നശിച്ച എലി ഈ വീട് വരെ നശിപ്പിച്ച് എല്ലാ എണ്ണത്തിനും ഇന്ന് ഞാൻ കൊല്ലും. അമ്മ എന്ത് വർത്താനേ പറയുന്നേ? അലമാരി ഇന്ന് 2 സാരി ആ എലി കടിച്ചു കീറിയേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഒരു പഴത്തിനകത്ത് ഗുളിയെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എലിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും. അമ്മായിപ്പനോ? അയ്യോ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയിരിക്കോ അടുത്ത വഴക്കുണ്ടാക്കാൻ. ആര്? ആങ്ങളെയോ? അവന് വെക്കേഷൻ അല്ലേ, അവൻ അവിടെ നിന്നപ്പോരെ. അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ എത്തിയോ? അയ്യോ വരാനുള്ള നീ വഴി തങ്ങത്തില്ലല്ലോ. ആരാടി വഴിയിലെങ്ങാണ്ട് നിൽക്കുന്നെന്ന് പറഞ്ഞേ? കാലൻ ആണോ? എന്നാ ചിലപ്പോ വഴി തെറ്റി നിൽക്കുമായിരിക്കും. നീ ചെന്നിട്ട് നിന്റെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്ക്. പ്രായമായി പോയി. സമ്മതിച്ചല്ല, പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കേണ്ടതാ. എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കരുത്, പറഞ്ഞോട്ടല്ലോ. എന്റെ ദൈവമേ, എന്റെ കൊച്ചൻ കഷ്ടപ്പെട്ട കാശിന് കേക്ക് മേടിച്ചു വായി കൊണ്ട് വച്ചേക്കണേ. അങ്ങനെ വലിഞ്ഞു കയറി വന്നോളന്നല്ല. ഞാൻ 10 പവനും 2 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഉണ്ടാക്കിയ ഒരു വരവായിരുന്നല്ലോ. അല്ല, ആ കാശ് ഉണ്ടാക്കിക്കൊണ്ടുള്ള വരവേ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ BMW കാറിനകത്താ വന്നത്. അതെന്റെ മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് നിസാരം ഒരു സൈക്കിളെ കൊണ്ടുവരാവുന്ന കേസേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഈ പെരക്കകത്തിരുന്ന മമ്മട്ടി എന്തേ? മമ്മട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി. ആ മമ്മട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞു? പിന്നെ കിളയ്ക്കുന്ന മമ്മൂട്ടി എന്തേന്ന്? അതല്ലേ ഞാൻ പറഞ്ഞത്. രാവിലെ ശശിയുടെ മോൻ ഇവിടെ വന്ന് അവൻ വന്നിട്ട് പറഞ്ഞു സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഒരു മമ്മട്ടി വേണം അഭിനയിക്കാനാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു വിട്ടു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് ചെലവുണ്ടാക്കി കാശിന് ഓരോ സാധനം മേടിച്ചു വിടും. അതിങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കാനാണല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, നീക്കറിയാതെ പഴയ തോർത്ത് സങ്കടപ്പെടരുത്. പിന്നെ എന്നാ ചെയ്യണം? പുതിയൊരു തോർത്ത് മേടിക്കണം. അപ്പൊ കാര്യം തീർന്നില്ല. എന്തോ അച്ഛന്റെ പറഞ്ഞേക്കാം. മിനി എന്തുവാ? ആരടി ഓട്ടോ വിളിച്ചത്? അത് ഞാനിവിടെ പണിയില്ല. ആരെ ഓട്ടോ വിളിക്കാനാ? എന്നാ ഒരു ഓട്ടോ ഇങ്ങോട്ട് കേറി വരുന്നുണ്ട് കേട്ടോ. ഏത് ഓട്ടോ വരുന്ന? ഞാനെങ്ങനെ ഓട്ടോ വിളിക്കുന്നേ? നോക്ക്. അച്ഛാ, അത് ഓട്ടോയാണ്. എന്റെ അനിയനല്ലേ? ആണോ? നീ ഇങ്ങോട്ട് വന്നേ. എന്തുവാ? ഒന്നാമത്തെ ഈ മനകെട്ട ചെറുക്കനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? നീ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നിൽക്കാൻ വന്നപ്പോഴേ അവൻ എന്നോട് വന്നിട്ട് ചോദിക്കാം, അപ്പൂപ്പ നിങ്ങളുടെ വാഴയെന്ന് ഞാൻ ഒരു ഇല വെട്ടിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞാടാ, കൊലയുള്ള വാഴയെന്ന് ഇല വെട്ടാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവ എന്നോട് ചോദിക്കാം, അപ്പൊ നിങ്ങൾ ഇലയുള്ള വാഴയെന്ന് കൊല വെട്ടുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. അയ്യോടാ മോനെ, നീ ആകപ്പാടങ്ങ് ക്ഷീണിച്ചല്ലോ. നിനക്ക് വീട്ടിൽ നിന്ന് ഒന്നും തരുന്നില്ലയോ? ഒന്നും തരുന്നില്ല ചേച്ചി, ഞാൻ തന്നെ എടുത്ത് തിന്നുവാ. അങ്ങനെ ഉണ്ട്. അപ്പൊ നീ കൈ വീശിയാന്നോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇടയ്ക്ക് ഞാൻ പോക്കറ്റ് കൈയിട്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അമ്മ കൊടുത്തോട്ടെ 2 ചക്ക എന്തേ? ചക്കയോ? അത് ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വേവിച്ചാനും ഒന്ന് പാപ്പിച്ചാനും കൊടുത്തിട്ടുണ്ട്. എടാ, വേവിക്കും പാപ്പിക്കും കൊടുക്കാനാന്നോ പറഞ്ഞത്? പിന്നെ ഒന്ന് വേവിക്കാനും ഒന്ന് പഴിപ്പിക്കാനും അല്ലയോ? തെളിച്ചു പറയണ്ടേ? അതൊക്കെ പോട്ടെ. അവിടെ എന്നാ ഉണ്ടോ വിശേഷം ഇപ്പം? വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്കേലെ സതിച്ചേച്ചി ഇല്ലയോ, ചേച്ചി പ്രസവിച്ച്. അയ്യോ അതിന് ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതാ ഇപ്പൊ അവിടുത്തെ വിശേഷം. വലിയ വായിലാന്നോടാ ചെറിയ വർത്താനം പറയുന്നത്? ഇതാണോ കൊച്ചുവാ? ഇതൊരുമാതിരി കോട്ടവാ പോലെ. അച്ഛാ